ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ന്യൂസ് മലയാളത്തിൻ്റെ ഡെസ്കിലേക്കാണ്. അവിടെ ഒരുപാട് ഫുട്ബോൾ പ്രേമികളുണ്ട്. അവിടെ അർജന്റീന ആരാധകരുണ്ട്, ബ്രസീൽ ആരാധകരുണ്ട്. അപ്പോൾ മെസ്സി വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. അരുണ്യ CGയിലേക്ക് പോവുകയാണ്. അരുണ്യ, എന്താണ് ഡെസ്കിലെ ചർച്ചകൾ? ലക്ഷ്മിപ്രിയ, നമ്മൾ ഉപതെരഞ്ഞെടുപ്പിന്റെ ഈ ചൂടുകളിൽ നിന്നെല്ലാം അല്പസമയത്തേക്കൊന്ന് മാറി നിൽക്കുകയാണ്. കേരളത്തിലേക്ക് സാക്ഷാൽ ഇതിഹാസ താരം ലയണൽ മെസ്സി എത്തുകയാണ്. ലയണൽ മെസ്സിയും സംഘവും ഇനി കേരളത്തിന്റെ മണ്ണിൽ കാൽപന്ത് കളിക്കും. ഈ കളിയിൽ മെസ്സിയെ വരവേൽക്കാൻ, മെസ്സിയെ ഒരു നോക്ക് കാണാൻ, മെസ്സി ഒരു ഗോൾ അടിക്കുന്നത് നേരിട്ട് കാണാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ആരാധകർ കാത്തിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ ഈ വാർത്ത വന്നപ്പോൾ മെസ്സി എത്തുമെന്ന് കായിക മന്ത്രി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചപ്പോൾ വലിയ ആവേശത്തിലായിരുന്നു നമ്മുടെ ന്യൂസ് മലയാളം. നമ്മുടെ ന്യൂസ് ഡെസ്കിൽ ഒരുപാട് ഫുട്ബോൾ പ്രേമികളുണ്ട്, ലയണൽ മെസ്സി ഫാൻസ് ഉണ്ട്, നെയ്മർ ഫാൻസ് ഉണ്ട്. ഇവിടെ കുറച്ചധികം ഉള്ളത് അർജന്റീന ഫാൻസ് തന്നെയാണ്. നമുക്ക് ഓരോരുത്തരോട് നമുക്ക് ചോദിച്ചു നോക്കാം, മെസ്സിയുടെ വരവിനെ അവരെങ്ങനെയാണ്, എത്രത്തോളം ആവേശത്തിലാണ് കാത്തിരിക്കുന്നതെന്ന്. നമ്മുടെ ആദ്യം പോകുന്ന ഔട്ട്പുട്ടിന്റെ ടീമിലേക്കാണ്. ശക്തരായ ഔട്ട്പുട്ട് ടീം ഇവിടെയുണ്ട്. അഞ്ജന, എങ്ങനെയാണ് മെസ്സിയുടെ വരവിനെ കാണുന്നത്? എത്രത്തോളം സന്തോഷമുണ്ട്? വളരെയധികം സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിനും അർജന്റീന ഫാൻസിനും ഇപ്പോൾ ഒരു നല്ലൊരു കാലമാണെന്നുള്ളൂ. ഒരു വേൾഡ് കപ്പ് കിട്ടി, ഇപ്പോൾ കേരളത്തിൽ സാക്ഷാൽ മെസ്സി തന്നെ വരുന്നു. ഇനി ഒരു ഗോൾ അടിക്കാനും കൂടെ ഒരു ഭാഗ്യം കിട്ടിക്കഴിഞ്ഞത് വലിയൊരു സംഭവം തന്നെയാണ്. എന്തായാലും നമ്മുടെ ന്യൂസ് ഡെസ്ക് കൊച്ചിയിലായത് വളരെ നന്നായി. നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരവും കിട്ടും. വളരെ ഹാപ്പിയിലാണ്. മെസ്സി വന്ന് ഉറപ്പായും പോകുമോ കാണാൻ? പിന്നെ തീർച്ചയായും പോകും. ലീവ് തന്നില്ലെങ്കിൽ ഷിഫ്റ്റ് കഴിഞ്ഞും പോകും. അതാണ് ഈ ഫുട്ബോൾ പ്രേമം എന്ന് പറയുന്നത്. മെസ്സിയുടെ ഒരു വരവിനെ മെസ്സിയുടെ നേരിട്ട് കാണാൻ, അദ്ദേഹത്തിന്റെ ഒരു ഗോൾ നേരിട്ട് കാണാൻ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകർക്കിടയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഷഹനാസ് ഉണ്ട്, നമ്മുടെ ഔട്ട്പുട്ടിന്റെ ശക്തരായ മറ്റൊരു ടീമാണ്. ഷഹനാസ്, ഏത് ടീമാണ്? അർജന്റീനയാണ്, ബ്രസീലാണോ, അത് മറ്റേതെങ്കിലും ഫുട്ബോൾ ടീമാണ്? എല്ലാ ടീമിനും ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമാണ്. മെസ്സിയുടെ വരവിനെ എങ്ങനെ കാണുന്നു? അതൊരു ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മാത്രമല്ല, ഒരു ഇന്ത്യയുടെ കായിക ചരിത്രത്തിൽ തന്നെ ഒരു പൊൻതൂവലാണ് ഈ അർജന്റീനയുടെയും മെസ്സിയുടെയും വരവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. എന്തായാലും മെസ്സിനെ കാണാൻ പോകാൻ പറ്റുമെന്ന് കരുതുന്നില്ല. അന്ന് ന്യൂസ് ഡെസ്കിൽ നമുക്കൊരു പിടിപ്പത് പണിയുണ്ടാവും. അപ്പോൾ അതാണ് സന്തോഷം. വർക്ക് ഹോളിക്കാണെന്നും തോന്നുന്നു. ശ്രുതിയുണ്ട്, നമ്മുടെ ടിക്കറിന്റെ സ്വന്തം ശ്രുതി മെസ്സിയുടെ വരവിനെ എങ്ങനെയാണ് കാണുന്നത്? എത്രത്തോളം സന്തോഷമുണ്ട്? മെസ്സി വന്നാൽ കാണാൻ പോകുമോ? തീർച്ചയായും കാണാൻ പോകും. മെസ്സി ആദ്യത്തുനിന്ന് കൊച്ചിയിലേക്കാണല്ലോ, അപ്പൊ എന്തായാലും തീർച്ചയായും കാണാൻ പോകണം. തീർച്ചയായും പോകുന്നതാണ് ശ്രുതി അതിനിടയ്ക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ പോളിംഗ് ഡേ ആയിട്ട് ഔട്ട്പുട്ട് ശക്തമാണെന്നൊക്കെ പറയുമ്പോഴും ഞാൻ 1-2 പേരെ കാണുന്നുള്ളൂ. അനീഷ് ബർസമൊന്നും വന്നിട്ടില്ലേ? അതിനൊരു കാരണമുണ്ട്. ഞാനിവിടെ വോക്സ് പോപ്പ് ആയിട്ട് അറിഞ്ഞപ്പോൾ തന്നെ ബർസോം അടക്കമുള്ള കുറച്ചധികം ആളുകൾ ഇവിടെ ഒന്ന് മുങ്ങിക്കളഞ്ഞു. ഞങ്ങൾക്ക് ഇതിനോടൊന്നും പറയാനില്ല എന്ന മട്ടിൽ ചിലർ ഇവിടെ മുങ്ങിക്കളഞ്ഞിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് വഴിയെ പിടിക്കാം. അപ്പം നമുക്ക് മീനാക്ഷിയോട് ചോദിച്ചേക്കാം. മീനാക്ഷി, മെസ്സിയുടെ വരവിനെ എങ്ങനെ കാണുന്നു? എത്രത്തോളം സന്തോഷമുണ്ട്? മെസ്സി വന്നാൽ നേരിട്ട് കാണാൻ പോകുന്ന ഉറപ്പാണോ? ഷിഫ്റ്റൊക്കെ ഒഴിവാക്കി കാണാൻ പോകണമെന്നാണ്. അപ്പോൾ ഷിഫ്റ്റിൻ്റെ സമയത്ത് ടൈം കിട്ടുമ്പോൾ പോകണമെന്നാണ്. അപ്പോൾ അർജന്റീന ഫാൻ ആണോ? മെസ്സിയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ കളികളും കാണാറുണ്ടോ? എല്ലാ കളികളും കാണാറില്ല, പക്ഷേ മെസ്സിയെ കാണാൻ വേണ്ടി കളികൾ കാണാറുണ്ട്. അപ്പോൾ മെസ്സി വന്നാൽ എന്തായാലും പോകണമെന്നാണ്. വളരെ എക്സൈറ്റഡ് ആയി. എന്തായാലും ഞങ്ങളെല്ലാവരും കാണാൻ പോകണം എന്ന് ഓർത്തിരിക്കുകയാണ്. അതെ, ഷിഫ്റ്റ് ഇടുന്നവരൊക്കെ കുറെ പേര് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. മെസ്സിനെ കാണാൻ പോകുന്ന ഇപ്പോഴേ അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു. മത്സരം നടക്കാനിരിക്കുന്ന അടുത്ത വർഷമാണെങ്കിൽ അവർ ഇപ്പോഴും ഉറപ്പിച്ചു കഴിഞ്ഞു പോകുന്നുള്ള കാര്യം. നമ്മുടെ പ്രിയപ്പെട്ട രുചീഷേട്ടൻ എവിടെയുണ്ട്? രുചീഷേട്ടൻ ഒരു പ്രത്യേകത, വീട്ടിലൊരു കൊച്ച് മെസ്സി ആരാധകനെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു കായിക പ്രേമിയാണ് രുചീഷേട്ടൻ. സ്പോർട്സ് ഡെസ്കിന്റെ കരുത്തനായ രുചീഷ് രവീന്ദ്രൻ മെസ്സിയുടെ വരവിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ പറഞ്ഞതുപോലെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടായ ദിവസം 2022 ഡിസംബർ 18 ഈ ദിവസം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുമെന്നാണ് രുചീഷ് പറയുന്നത്. ഇങ്ങനെയല്ല ചോദിക്കണ്ടേ, രുചീഷിന്റെ മോന്റെ പേര് മെസ്സി എന്നാണ്. രുചീഷേട്ടന്റെ മകന്റെ പേര് ഇപ്പൊ പറഞ്ഞോ? മകന്റെ പേര് ലിയോ റെനാറ്റോ എന്നാണ്. മെസ്സിയുടെ പുനർജന്മം എന്നാണ്. ലിയോ റെനാറ്റോ, അടിപൊളി. അല്ല, ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നതാണ്. മെസ്സി ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച താരം ഒരുപക്ഷെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മെസ്സിയാണ്. 2006 ലോകകപ്പിൽ വരുന്ന സമയത്തിന് മുമ്പ് ഒരുപക്ഷെ ബാഴ്സലോണയിൽ കളിച്ചു തുടങ്ങുന്ന കാലം മുതൽ, നമ്മൾ ഫുട്ബോൾ ശ്രദ്ധിച്ചു തുടങ്ങുന്ന കാലം മുതൽ മെസ്സിയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കളിക്കാരൻ എന്നതിലപ്പുറം ഒരുപക്ഷെ ഒരു വ്യക്തി എന്ന തലത്തിൽ പോലും മെസ്സി അത്രമാത്രം പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്നെ വ്യക്തിപരമായി പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അതിലേറെ
ഫുട്ബോൾ പ്രേമികളെ പ്രചോദിപ്പിച്ച ഒരു താരമാണ്. പ്രത്യേകിച്ച് മെസ്സി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിനൊരു ഫുട്ബോൾ പാരമ്പര്യമുണ്ട്. നമ്മുടെ ഒരുപക്ഷെ ഇന്ത്യയിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ടോ എന്നൊക്കെ വിദേശികൾ ആശ്ചര്യപ്പെടുമെങ്കിൽ കൂടി കേരളത്തിലേക്ക് വരുമ്പോൾ അതല്ല അതിൻ്റെ. കേരളത്തിന്റെ ഫുട്ബോൾ ഫാൻ ബേസ് എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്തമാണ്. അവരൊരു സ്വന്തം രക്തത്തിൽ കൊണ്ടു നടക്കുന്നതാണ് ഈ ഫുട്ബോളിനെന്ന് പറയുന്നത്. തീർച്ചയായും നമ്മളിപ്പോൾ പറയില്ലേ, ടി വി വന്ന് നമ്മൾ കളി കാണാൻ തുടങ്ങിയ കാലത്ത് ഒരു അർജന്റീനയാണ് ലോകകപ്പ് ആദ്യം നേടുന്നത് 1986. അപ്പോൾ അങ്ങനെയാണ് കേരളത്തിനൊരു അർജന്റീന ആരാധക കൂട്ടം ഉണ്ടാകുന്നതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നമ്മൾ ആദ്യമായി ഫുട്ബോൾ ആരുടെ കണ്ടോ അങ്ങനെ മറഡോണയിൽ നിന്ന് തുടങ്ങിയതാണത്. അത് പിൽക്കാലത്ത് അതിങ്ങനെ ഫുട്ബോൾ, എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് ആലോചിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിലുള്ള ചേട്ടന്മാരൊക്കെ ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട മുടി വളർത്തിയതൊക്കെ കണ്ട് അങ്ങനെ. അപ്പോൾ അർജന്റീനയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു തലമുറയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പിന്നെ മെസ്സിയിലെത്തുമ്പോൾ അത് കുറച്ചുകൂടി വ്യാപിക്കുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ലോകകപ്പിൻ്റെ സമയത്തൊക്കെ അതങ്ങ് എല്ലാ ഭാഗങ്ങളിലേക്കും പോവുകയാണ്. ആരാധകർക്ക് അപ്പുറത്തേക്ക് പോവുകയും ഒരു എല്ലാ തരം ആരാധകരിലേക്കും അത് പോകും. ഒരു കാര്യം ചോദിച്ചിട്ട്, ഭാര്യ ബ്രസീൽ ഫാനാണല്ലേ? അതെ, അത് ഞങ്ങൾ ഭാര്യ കടുത്ത ബ്രസീൽ ആരാധിക എന്നല്ല, പക്ഷെ ബ്രസീലിനെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ലോകകപ്പ് ഈ പറഞ്ഞതുപോലെ മെസ്സിയുടെ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാകുന്നത് ഈ ലോകകപ്പുകളിൽ നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പോൾ ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം 2018 വരുന്ന ആദ്യത്തെ ലോകകപ്പ്, ആ ലോകകപ്പിൽ ഞങ്ങൾ ഒന്നിച്ച് കളിക്കും. അന്നത്തെ അർജന്റീന ടീം അത്രയും സെറ്റ് ടീം ആയിരുന്നില്ല. മെസ്സി കളിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ടീമിനൊരു പോരായ്മ ഉള്ളതായി നമുക്ക് തന്നെ ആരാധകർക്ക് തന്നെ തോന്നിയ സമയം. അപ്പോൾ ഒരു ഫുട്ബോൾ ആരാധകനായതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ ഒന്നിച്ച് ഫുട്ബോൾ കളി കാണുന്ന ഒരു ഇത് വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരും ഫുട്ബോൾ കാണുമ്പോൾ മെസ്സി, അവളുടെ ഒരു അഭിപ്രായം മെസ്സി മാത്രമേ കളിക്കുന്നുള്ളൂ, ബാക്കിയുള്ള ആളുകൾ അത്ര പോരാ എന്നുള്ള അഭിപ്രായമായിരുന്നു. ഒരു ബ്രസീൽ ഫാൻ പറയുന്ന സ്വാഭാവിക പ്രതികരണം. അതെ, അങ്ങനെ. അപ്പോൾ ആ കളിയിലാണെങ്കിൽ ബ്രസീലിന്റെ തുടക്കമൊക്കെ മികച്ച രീതിയിലായിരുന്നു. അവരുടെ ഉത്തണക്ക ഒക്കെ കണ്ട ഒരു ലോകകപ്പ് തുടക്കത്തിലുള്ള ഒരു കളി. പക്ഷെ രണ്ടുപേർക്കും കപ്പടിക്കാൻ പറ്റിയില്ല. ഫ്രാൻസാണ് കൊണ്ടുപോയത്. പക്ഷെ അന്നാണ് ഒരുപക്ഷെ എനിക്ക് ആ ലോകകപ്പ് വലിയ നഷ്ടമാവുകയും മെസ്സി ലോകകപ്പിൽ നിന്ന് പോകുമോ എന്നുള്ളൊരു. അവിടെ രുചിശേട്ടൻ ആധികാരികമായിട്ട് മെസ്സിയുടെ വരവിനെ കുറിച്ച് പറയുമ്പോൾ പണ്ടത്തെ കളികളെല്ലാം ഓർത്തെടുത്ത് പറയുമ്പോൾ തൊട്ടപ്പുറത്തിരുന്ന് ശല്യം ചെയ്യുന്ന ഒരു ബ്രസീൽ ഫാനുണ്ട്. കട്ട ബ്രസീൽ ഫാനാണ് നമ്മുടെ സ്വന്തം ശ്രീതേട്ടൻ. ഉറപ്പായും ശല്യം ചെയ്യും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാര്യം മെസ്സി മാത്രം വന്നാൽ പോരാ, നെയ്മറും ബ്രസീലും വരണമെന്നുള്ള അഭിപ്രായം കൂടി ഞങ്ങൾക്ക് പങ്കുവെക്കാറുണ്ട്. നിങ്ങൾ ഈ അർജന്റീനക്കാരും മെസ്സി വരുന്ന നല്ല കാര്യമാണ്, കേരളത്തിലെ ഫുട്ബോളിന് വലിയ പ്രചോദനമുള്ള കാര്യം. പക്ഷേ മെസ്സി മാത്രം വരികയല്ല വേണ്ടത്. ഇനി നെയ്മറിനെ കൊണ്ടുവരണം, അതിന് ഗവൺമെൻറ് പിന്നെ കാര്യങ്ങൾ ഉഷാറാക്കണം എന്നുള്ളതാണ്. എന്താ അങ്ങനെയല്ല വേണ്ടത്? അരുണ്യ ഈ ഇൻപുട്ടിന്റെ ഇക്കാര്യത്തെ കുറിച്ച് അവലോകനം ചെയ്യാൻ ഈ ശ്രീജിത്തിനെ കുറിച്ച് പറയുമ്പോഴേ ഇൻപുട്ടിന്റെ ശക്തനായ സാന്നിധ്യം എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ബ്രസീൽ ടീമിന് വേണ്ടിയൊക്കെ പറയുമ്പോഴും ഈ അർജന്റീനൻ ടീം വരുമ്പോഴും ആദ്യം പ്രൊമോ എടുക്കാൻ ശബ്ദം കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞേക്കുക. ന്യൂസ് മലയാളം പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മളുടെ എല്ലാ പ്രൊമോകളിലും ഒരുവിധപ്പെട്ട എല്ലാ പ്രൊമോയിലും ശബ്ദം കൊടുക്കുന്നത് ശ്രീജിത്ത് ബാലകൃഷ്ണനാണ്. ആ വലിയ ശബ്ദം അത് അർജന്റീനയ്ക്ക് വേണ്ടി വരും. തീർച്ചയായും ശ്രീതേട്ടന്റെ ശബ്ദം ഇനി അർജന്റീനയ്ക്ക് വേണ്ടി മുഴങ്ങുന്നത് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. നമ്മുടെ സനീഷേട്ടനുണ്ട്. സനീഷേട്ടന്റെ മെസ്സിയുടെ വരവിനെ എങ്ങനെ നോക്കി കാണുന്നു? എത്രത്തോളം ആവേശമുണ്ട്? ഏതാണ് ടീം? അല്ല, ഞാൻ അങ്ങോട്ട് വന്നത് എനിക്ക് ഫുട്ബോളിനെ പറ്റി വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. പക്ഷേ മെസ്സിയെ പറ്റി അറിയാം. അതായത് ഈ മെസ്സി ഇങ്ങോട്ട് വരുന്നു എന്ന് മാത്രമല്ല, ഇവിടെ കേരളത്തിൽ വലിയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, വലിയ ആവേശത്തോടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഇന്ന് രാവിലെ തന്നെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രി ഇങ്ങനെ ഒരു വലിയ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ചതിന് വലിയൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്ന് കൂടെ പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. അതായത് മെസ്സി എന്ന് വെച്ചാൽ രാഷ്ട്രീയ മതജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഏറെ പ്രിയമുള്ള ഒരാളാണ്. അതിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ലോകത്ത് തന്നെ ഉള്ള ആരാധകരിൽ ഏറ്റവും വലിയ ആരാധക കൂട്ടമുള്ള സ്ഥലമാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു ലോകത്ത് എവിടെയെങ്കിലും ഈ ഉയർത്തുന്ന അദ്ദേഹത്തിൻ്റെ കട്ടൗട്ടിൽ ഏറ്റവും ഉയരമുള്ള കട്ടൗട്ടുകൾ നമ്മുടെ പുഴകളിലൊക്കെയാണ് കഴിഞ്ഞാണ്. അതായത് കേരളത്തിലെ ആരാധകർ പറയുക, നമ്പർ 1 ലോകത്തിലെ 1-ാം നമ്പർ ഫുട്ബോൾ താരം മെസ്സിയാണ്, 2-ാം നമ്പർ താരം പരിക്കേറ്റ മെസ്സിയാണെന്നാണ്. അപ്പോൾ അതിനുശേഷമേ അതാണ് കേരളത്തിന്റെ ഫുട്ബോൾ പ്രേമികളുടെ ഒരു പ്രത്യേകത. അതാണ്. അപ്പം മെസ്സിക്ക് ശ്രീധരനെ പോലുള്ള ആളുകൾ ബ്രസീലിൻ്റെയും മറ്റും ആരാധകരുണ്ട്. പിന്നെ ഹർഷനെ പോലുള്ള ആളുകൾ കുറച്ചുകൂടെ താത്വികമായിട്ട് കളിയെ വിശകലനം ചെയ്യുന്ന ആളുകൾ. ഇവരൊന്നും അല്ല, ശരിക്കും യൂറോപ്യൻ ടീമുകളാണ് കളിക്കാരെന്നൊക്കെ പറയും. പക്ഷേ മെസ്സി ഈ പറയുന്ന അതിരുകളില്ലാതെ, പിന്നെ ആന, കടൽ, മോഹൻലാൽ, കെ മുരളീധരൻ പോലെ ഒരാളാണ് മെസ്സി. അതുകൊണ്ട് ആ നിലയ്ക്ക് ഒരു വലിയ സംഭവമാണ് വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളത് ഏറ്റവും ഗ്രാൻഡായിട്ട് കേരളത്തിലെ ന്യൂസ് ചാനലുകളിൽ ഏറ്റവും ഗംഭീരമായിട്ട് ഈ കാര്യം
സംപ്രേഷണം ചെയ്യാൻ പോകുന്ന ആളുകൾ നമ്മളായിരിക്കും. അത് കളി മാത്രമല്ല, അവർ വരുന്നത് മാത്രമല്ല, അതുതൊട്ടുള്ള ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏറ്റവും ഗംഭീരമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ നമ്മളായിരിക്കും. അതാണ് എനിക്ക് പറയുന്നത്. അത്രയേ ഉള്ളൂ. മെസ്സിയുടെ വരവിന് ഒട്ടും ആവേശമാണ് ചോരാതെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ ന്യൂസ് മലയാളം ടീം ഇപ്പോഴും എപ്പോഴും സജ്ജമാണ്. നമ്മുടെ ഹർഷൻ ചേട്ടനുണ്ട്, ഷഹനാസിനൊക്കെ നമ്മൾ ആദ്യമേ ചോദിച്ചു. ഹർഷൻ ചേട്ടൻ മെസ്സി ഫാനാണോ? മെസ്സി ഫാനാണ്. മെസ്സിയുടെ വരവ് അത്രത്തോളം ആവേശത്തിൽ സന്തോഷത്തിലാണ്. എങ്ങനെയാണ് ഈ ത്രില്ല് ഇപ്പോൾ? എനിക്ക് വലിയ സന്തോഷം. മെസ്സി വരുന്നു, കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു ചെറിയ കാര്യമല്ലല്ലോ. ഞാനതിനെ വേറൊരു തരത്തിലാണ് എനിക്കതിനെ കാണാൻ കഴിയുന്നത്. ഒന്ന്, ഈ ബ്രാൻഡ് കേരള എന്നുള്ളത് വേറൊരു തലത്തിലേക്ക് വളരും. പിന്നെ ഇവിടെ ഈ പൊട്ടൻഷ്യൽ ഇൻ്റർനാഷണൽ മാച്ചസ്, എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ മാച്ചസ് കൂടുതൽ ഇനി വരാൻ സാധ്യതയുണ്ട്. കേരളത്തെ വേറൊരു തരത്തിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയും. അതങ്ങനെ പലതരത്തിൽ അത് പ്രയോജനം ചെയ്യും. മാത്രമല്ല, ഇതിനിപ്പോൾ പണം കണ്ടെത്താൻ അവരുദ്ദേശിക്കുന്നത് ഇപ്പോൾ വ്യാപാരി വ്യവസായികളൊക്കെ ആയി സ്പോൺസർഷിപ്പൊക്കെ വഴിയാണല്ലോ. അപ്പോൾ അത് ഒന്ന് പണ്ട് മറഡോണ ഇവിടെ വന്നു. മറഡോണ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ കരിയറിനൊക്കെ ശേഷം, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഫുട്ബോൾ ലോകത്തെ ദൈവമാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹം ഈ കരിയറിന് ശേഷം വരുന്നയാളാണ്. പക്ഷേ ഇതങ്ങനെയല്ല. മെസ്സി കത്തി നിൽക്കുന്ന സമയത്ത് മെസ്സിയുടെ മുഴുവൻ ആളുകളുമായിട്ട് കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അത് ഭയങ്കര ആവേശം തന്നെയാണ്. അതുപോലെ കേരളം കത്തും. അതെ, തീർച്ചയായിട്ടും കേരളം കത്തും. മാത്രമല്ല, ഇത് മറ്റുള്ള ഇപ്പം സനീഷ് നേരത്തെ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത് പ്രധാനപ്പെട്ട സംഗതിയാണ്. നേരത്തെ ഈ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് അവർ ഒരു ഫുട്ബോൾ വീഡിയോ തന്നെ ഇറക്കിയിരുന്നു. ആ നിലയ്ക്ക് ഏത് തെരഞ്ഞെടുപ്പ് കാലത്തും ഇപ്പോൾ നമുക്കറിയാം, പത്രക്കാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഫുട്ബോൾ മത്സരം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുട്ബോൾ ഇങ്ങനെ മലയാളിയുടെ ജീവിതത്തിൽ രക്തത്തിലുണ്ട്. അപ്പം മെസ്സി വരുന്നതെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇപ്പം തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്ലെയേഴ്സിനെ സംഭാവന ചെയ്യുന്ന സ്റ്റേറ്റാണ് കേരളം. ഇതിനേക്കാൾ വലിയ വളർച്ച ഉണ്ടാകും, ഒരു ഗ്ലോബൽ അറ്റൻഷൻ കിട്ടും, അത് നമുക്ക് ഒരു എക്കണോമിക് ബൂസ്റ്റ് തരും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇത്രയുള്ള ഹർഷൻ ചേട്ടൻ്റെ അവലോകനത്തിൽ നമ്മൾ തകർക്കും, അത്രയേ ഉള്ളൂ. ന്യൂസ് മലയാളം ടീം തകർക്കും. ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും തന്നെ മെസ്സിയുടെ വരവിനെ ആഘോഷമാക്കും, ആവേശമാക്കും. നമ്മുടെ എഡിറ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോവാണ്. ഒരു മിനിറ്റ്, ഹർഷൻ ചേട്ടൻ എന്തോ പറയാനുണ്ട്. ഒരു കാര്യം കൂടെ. ഹർഷൻ പറയുന്നത് മെസ്സി വരുമ്പോൾ പൂപ്പാറയിലേക്ക് കൂടെ വരണം എന്നാണ്. മെസ്സിക്ക് മുമ്പിൽ ഒരു നിവേദനം നമ്മൾ കൊടുക്കേണ്ടി വരും. പൂപ്പാറയിലേക്ക് കൂടി, നമ്മുടെ സ്വന്തം ഇടുക്കിയിലേക്ക് കൂടി മെസ്സി വരണമെന്നാണ് പറയുന്നത്. ഇവിടെ അടിയാണ്, എല്ലാവർക്കും അഭിപ്രായം പറയണം. എല്ലാവർക്കും മെസ്സിനെ കുറിച്ച് പറഞ്ഞു, ബ്രസീലിനെ കുറിച്ച് പറഞ്ഞ അടിയാണ്. ശ്രീതേട്ടന് വീണ്ടും എന്തോ പറയാനുണ്ട്. എനിക്ക് ഹർഷേട്ടനോട് ചോദിക്കാനുള്ളത്, ലീവ് എല്ലാവർക്കും ഒന്നിച്ചുണ്ടാവുമല്ലോ അല്ലേ മെസ്സിയെ കാണാൻ പോകാൻ? അതായത് ഇത് നമ്മളൊരു ആഘോഷമാക്കാണ്. എങ്ങനെ നമ്മൾ മെസ്സിയുടെ ഈ വരവിനെ ഏറ്റവും ഗംഭീരമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ പിന്നെ ലീവ് ആർക്കും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? എല്ലാവരും ലീവ് എടുത്തോന്ന് ഇപ്പോൾ തന്നെ ലീവ് ഇല്ലാതെ നമ്മൾ ഇവിടെ അതായത് മെസ്സിയുടെ വരവിനെ നമ്മുടെ ചാനൽ ആഘോഷിക്കുന്നു. അതുകൊണ്ട് ആർക്കും ലീവില്ല. ആഘോഷം ന്യൂസ് ഡെസ്കിന്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ നമുക്ക് ആഘോഷം ഇവിടെ മതി. പക്ഷെ മെസ്സിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുമെന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നും വേണ്ട. നമ്മുടെ എഡിറ്റേഴ്സിന്റെ അടുത്തേക്ക് പോയി ഇവിടെ ആരൊക്കെയുണ്ട് മെസ്സി ഫാൻസ്, ബ്രസീൽ ഫാൻസ് എന്നൊക്കെ നോക്കാം. ഏത് ഫാനാണ്? അർജന്റീന ഫാനാണ്, കടുത്ത അർജന്റീന ഫാനാണ്. കടുത്ത ഫാനാണ്. മെസ്സിയുടെ വരവിനെ എങ്ങനെ നോക്കി കാണുന്നത്? കാണാൻ പോവില്ലേ? കാണാൻ പോകും, തീർച്ചയായും കാണാൻ പോകും. ടിക്കറ്റ് ഉണ്ടാവുമോ എന്നാണ് ഏറ്റവും വലിയ പേടി. ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കാണാൻ പോകും. ടിക്കറ്റ് ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ സംഘടിപ്പിച്ച് പോകുന്നത്. ഇവിടെ കുറച്ച് ബ്രസീൽ ഫാനുണ്ട്. ഈ കളി തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി അടിയും പിടിയും ഫാൻ ഫൈറ്റ് ഒക്കെ നമ്മുടെ ന്യൂസ് ഡെസ്കിന്റെ ഉള്ളിൽ തന്നെ കാണാൻ പറ്റുമായിരിക്കും, അല്ലേ? ചില ബ്രസീൽ ഫാൻസ് ഉണ്ട് ഇവിടെ, പക്ഷേ ഞങ്ങൾ അതിനെയൊന്നും വകവെക്കാതെ ഞങ്ങൾ കാണാൻ പോയിരിക്കും. എത്ര വിമർശനത്തിന് ഞങ്ങൾ നേരിടും. നിനക്ക് സ്വന്തം നാട്ടിൽ അർജന്റീന ഫാൻസ് അസോസിയേഷൻ ഇല്ലേ? അതിന്റെ പ്രസിഡന്റ് അല്ലേ? അതെ 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 അതെ. ഈ മെസ്സി വന്നാൽ എങ്ങനെയാ? ഈ കിഡ്നി വിറ്റ് മെസ്സിയെ കാണാൻ പോകുമെന്ന് പറഞ്ഞ ആളാണ്. കിഡ്നി വിറ്റിട്ട്, കാരണം അത്രയും എത്ര പൈസ മുടക്കി വേണമെങ്കിലും പോകാന്നാണ് പിന്നെ അവന്റെ അഭിപ്രായം. എന്തൊക്കെ പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ആ ഡെസ്കിൽ ഏറ്റവും ആവേശം ശ്രീജിത്തിന് തന്നെയാണ്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കുഴപ്പമില്ല. സാധാരണ ഒരു ആവേശം നമ്മൾ പറയുന്നത്. ശ്രീതേട്ടൻ എന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു പറിച്ചാണ് ലക്ഷ്മി പത്മ ഇപ്പൊ പോയിരിക്കുന്നത്. ഇവിടെ സ്പെയിൻ ഫാനിനെ തപ്പി ഇറങ്ങിയതാണ്. ഇവിടെ ബ്രസീലും അർജന്റീനയും നമ്മൾ മാറി മാറി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സ്പെയിൻ ഫുട്ബോൾ ആരാധകൻ ഒളിച്ചിരിപ്പുണ്ട്, പതുക്കെ സൈലന്റ് ആയിട്ട് പണിയെടുക്കുകയാണ്. അതായത് VS അനോജ് പറയുന്നത് ശ്രീജിത്ത് ബാലകൃഷ്ണന്റേത് ഒരു ബ്രസീൽ ഫാനിന്റെ രോദനം, അങ്ങനെ അതിനെ കണ്ടാലും മതി എന്നാണ്. എല്ലാവരും അർജന്റീന ആകുമ്പോൾ ഞങ്ങൾ ബ്രസീലുകാർക്ക് വിഷമമുണ്ട്, സ്വാഭാവികമാണത്. ഇപ്പോഴേ ഫാൻ ഫൈറ്റ് തുടങ്ങി, അത്രേ ഉള്ളൂ. ക്യാമറയ്ക്ക് മുന്നിൽ വന്നതെന്ന് അഭിപ്രായം പറയാൻ പറയൂ. എനിക്ക് ഫ്രാൻസ് ജയിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. അപ്പോൾ VS അനോജിനോട് ലക്ഷ്മി പത്മയ്ക്കൊന്ന് പറയാനുണ്ട്. ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന അഭിപ്രായം പറയണം, ഇങ്ങനെ ഒളിച്ചിരുന്ന് പറയരുന്നാണ് പറയാനുള്ളത്. ഇവരുടെ അടി ഇപ്പോഴൊന്നും തീരാൻ പോകുന്നില്ല, ഇപ്പൊ അടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഷഹാനയുണ്ട്, ഷഹാനയ്ക്ക് കൂടി എന്താണ് പറയാനുള്ളത് നോക്കണം നമുക്ക്. ഷഹാന ആരുടെ ആരാധികയാണ്? ഞാൻ മെസ്സിയുടെ ആരാധികയാണ്.
മെസ്സി വരുമ്പോൾ കാണാൻ പോവോ? കാണാൻ പോകും, തീർച്ചയായിട്ടും. ഹർഷൻ ചേട്ടൻ ലീവ് തരില്ല. പക്ഷെ എങ്ങനെയെങ്കിലും കാണാൻ പോകും. എങ്ങനെയെങ്കിലുമൊക്കെ കാണാൻ പോകും. നമുക്ക് അത്രയേ ഉള്ളൂ. മെസ്സിനെ നേരിട്ട് കാണുക, മെസ്സി ഗോൾ അടിക്കുന്ന നേരിൽ കാണുക, ഇത്രയൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. ആ സുജിത് ചന്ദ്രൻ ഒന്നും പറയാനില്ലേ? സുജിത് ചന്ദ്രൻ, സനോജ്, ലക്ഷ്മി ആളുകൾ പത്മ ഇവിടെ മാറി അടിയാണ്, നിൽക്കുകയാണ്. മൈക്കിന് വേണ്ടി തന്നെ അടിയാണ്. വരി വരിയായിട്ട് നിൽപ്പുണ്ട് നമ്മുടെ. ഇവരൊന്നും മെസ്സി ഫാൻസ് അല്ല, ഇവരൊക്കെ പിന്നെ ഗബ്രിയൽ ബാറ്റിസ്റ്റയുടെ കാലത്ത് ജീവിച്ചിരുന്നവരാണ്. എന്ത് പറഞ്ഞാലും അവിടെ ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട്, നമ്മുടെ സുജിത് ചന്ദ്രൻ, നമ്മുടെ സെബാൻ ചേട്ടൻ, എല്ലാവരും ഉണ്ട്. സുജിത് ചന്ദ്രൻ ഏത് ഫാനാണ്? എന്താണ് മെസ്സിയുടെ വരവിനെ കുറിച്ച് പറയാനുള്ളത്? വഴക്കുണ്ടാക്കരുത്, ഡീസെന്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അർജന്റീന ഫാനാണെന്ന് സ്വയം പറയുന്ന ആളാണ്. അല്ല, ഇതെന്താ അറിയോ, ഈ മെസ്സി കേരളത്തിലേക്ക് വരികയാണ്, ചെറിയ കാര്യമാണോ അത്? നമുക്കിപ്പോൾ ഈ മാജിക്കൽ റിയലിസം എന്നൊക്കെ പറയുന്നത് മെസ്സി വരുന്നതേ. ഇപ്പൊ ഇന്നലെ രാത്രി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ എന്താണെന്നറിയോ, സ്വന്തം വീതം വിറ്റിട്ടാണെങ്കിൽ ഇത് കാണാൻ പോകുന്ന പറയുന്നത്. ഇപ്പോൾ ഇവിടെ അർജന്റീനയിലൊക്കെ എന്താ ഒരു മതം ഉണ്ടെന്ന് പറയുന്നത്, മതം. അവിടെ ഈ ഫുട്ബോളിൻ്റെ മതം എന്ന് പറയുന്ന പോലെ ഇഗ്ലേസിയ മറഡോണിയാന, മറഡോണ ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ച് ഉണ്ട്. അവർക്ക് 10 കൽപ്പനകളും അതേപോലെ ഈ ഒരു സാമ്പ്രദായിക മതത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും അതിനകത്തുണ്ട്. അതിൻ്റെ പ്രാർത്ഥനയുണ്ട്. മഞ്ഞുമലകളെ മെസ്സി വേഗം വരുന്നു, ഈ വചനം സത്യസന്ധമായിരിക്കുന്നു, എന്താ തൻ്റെ ദൂതനെ 11 ശിഷ്യന്മാരെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അവരുടെ ഇഗ്ലേസിയ മറഡോണിയ പള്ളിയിലെ പ്രാർത്ഥനയാണ്. അതുപോലെ മെസ്സി കേരളത്തിലേക്ക് ഒരു ചെറിയ കാര്യമല്ല അത്. എനിക്ക് ഒരാളെ കൊണ്ട് കിഡ്നി വിറ്റ് കാണാൻ പോകുന്ന ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു. അതെ, ഉയരെണ്ണനിക്ക് ഉടലെണ്ണനിക്ക്, ഉയരെണ്ണനക്ക് ഉടലെണ്ണനക്ക്, ഉയരെണ്ണനക്ക് ഉടലെണ്ണനക്ക് എന്ന് മറവയാണ്, നമ്മുടെ സ്പോർട്സ് ഡെസ്കിന്റെ സ്വന്തം മറവ കട്ട മെസ്സി ഫാനാണ്. മെസ്സി വരുന്നത് ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ മറവ ഓടി നടക്കുന്നു. അപ്പൊ തന്നെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഓടി നടക്കുമായിരുന്നു. എല്ലാവരോടും പോയി പറഞ്ഞു കിഡ്നി വിറ്റിട്ടാണെങ്കിലും മെസ്സിയെ പോയി കാണുമെന്ന്. നമ്മുടെ അഗസ്റ്റിൻ സബാനുണ്ട്. സബാൻ ചേട്ടൻ ഏത് ഫാനാണ്? ഫുട്ബോളിനെ കുറിച്ച് സബാൻ ചേട്ടന് എന്താ പറയാനുള്ളത്? ഞാൻ ചെറുപ്പം തൊട്ട് അർജന്റീന ഫാനാണ്. ഇപ്പോൾ അർജന്റീനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീമാണ്. ഫുട്ബോൾ എന്ന് പറയുന്നത് അതിർത്തികൾ ഭേദിക്കുന്ന, ദേശീയതകളെ ഭേദിക്കുന്ന ഒരു ഗെയിമാണ്. അതതിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളൊരു ടീമും അർജന്റീന തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ മറഡോണ വലിയൊരു തരംഗമായിരുന്നു. ഇപ്പോൾ നേരത്തെ സനോജ് ഈ വിഷയം സംസാരിച്ച് സനോജ് പറഞ്ഞിട്ട് പഴയ കളിയെക്കുറിച്ച് പറയരുത്, നമുക്ക് പ്രായമായെന്ന് തോന്നും എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ഭയമില്ലാതെ പറയട്ടെ, പഴയ കളി, ഗംഭീരമായ കളികൾ, അല്ലെങ്കിൽ നേരത്തെ സുജിത്ത് പറഞ്ഞ പോലെ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു മാജിക്കും കൂടിയുള്ളൊരു ഗെയിമാണ്. ഇപ്പം ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ മാജിക്കൽ റിയലിസം അതിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട്. ഹിഗ്വിറ്റ എന്ന് പറയുന്ന കൊളംബിയൻ ഫുട്ബോളർ നമുക്കറിയാം. NS മാധവൻ്റെ കഥയിലൂടെ ഹിഗ്വിറ്റയുടെ സ്കോർപ്പിയോൺ കിക്ക് ഒരിക്കലും അസംഭവ്യമായൊരു കാര്യമാണ്. അത്രയും ആവേശം ഉള്ളൊരു കളിയാണ്. അർജന്റീന കേരളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞ ചരിത്രമാണ്. മാത്രമല്ല, അതുകൊണ്ടാണ് ഈ മാർക്കേസ് പറഞ്ഞത് നിങ്ങൾക്ക് ശീലമില്ല എന്നുള്ളത് കൊണ്ട് അത് സംഭവിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. അതാണ് മാജിക്കൽ റിയലിസത്തെ കുറിച്ച് പറഞ്ഞത്. ഇത് തന്നെയാണ് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെയും പ്രത്യേകത. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഫുട്ബോൾ എന്ന് പറയുന്നതിന് എല്ലാ രാജ്യാതിർത്തികളെയും ഭേദിക്കാനുള്ള കഴിവുണ്ട്. അതൊരു ഗോൾ വല മാത്രമല്ല. ഇപ്പം ദിദിയർ ദ്രോഗ്ബ കളിക്കുന്ന സമയത്ത് ഐവറി കോസ്റ്റിലെ ആഭ്യന്തര യുദ്ധം നിർത്തിവെക്കുമായിരുന്നു. കാരണം ഈ യുദ്ധം നടത്തുന്ന ഈ സംഘർഷം നടത്തുന്ന 2 ഗ്രൂപ്പുകളും ദ്രോഗ്ബയെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഫുട്ബോൾ ഫാൻസാണ്. ഇത് ഫുട്ബോളിന് മാത്രം പറ്റുന്ന ഒരു കാര്യമായിരിക്കും, അല്ലേ? അത് കാരണം ഇപ്പോൾ ബ്രസീലിൻ്റെയൊക്കെ ഫവേലാസ് എന്ന് കളിച്ച് ആ തെരുവിൽ നിന്ന് വന്നവരാണ് റൊണാൾഡിഞ്ഞോ അല്ലെങ്കിൽ റൊണാൾഡോ അടക്കമുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾ പോർച്ചുഗീസുകാരുടെ കളി പോർച്ചുഗലിൻ്റെ കളി കാണുമ്പോൾ റൊണാൾഡോനെ ഇഷ്ടപ്പെടുമ്പോൾ ഇപ്പം ഈ ലോകകപ്പിൽ വലിയ പ്രശ്നം പറഞ്ഞു, പോർച്ചുഗീസുകാർ ഇവിടെ ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ. പക്ഷെ ഇതിനെല്ലാം അതിജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് മെസ്സി വരുന്നു എന്നുള്ളത് വലിയ ഒരു ലീഗിൻ്റെ പതാക വീശിയാൽ അത് പാകിസ്ഥാൻ്റെ പതാകയാണെന്ന് ഇന്ത്യ മുഴുവനും ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്ന ഒരു കാലത്ത് നമുക്ക് അർജന്റീനയുടെ പതാക വീശാൻ പറ്റും, നമുക്ക് പോർച്ചുഗലിൻ്റെ പതാക വീശാൻ പറ്റും, നമുക്ക് ബ്രസീലിൻ്റെ പതാക വീശാൻ പറ്റും. എല്ലാ പതാകകളും വീശാൻ പറ്റുന്ന അനുവദിക്കുന്ന ഏക കായിക രൂപമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. അതിന് വിശാലമായ വലിയ അർത്ഥങ്ങളും എന്താ പറയുക, വലിയ വലിയ സാധ്യതകളും തുറന്നിടുന്ന ഒരു ഇതാണ്. നേരത്തെ സനോജ് പറഞ്ഞതുപോലെ ഇതിൻ്റെ മാജിക്കൽ റിയലിസം അസംഭവ്യമാണ് എന്ന് നിങ്ങൾ കരുതുന്നതൊക്കെ സംഭവിക്കുന്നു. ഇത് മാജിക്കാണെന്ന് പറയാം. നേരത്തെ സനീഷ് പറഞ്ഞതിൻ്റെ അകത്തൊരു ഒരു പൊളിറ്റിക്കൽ ആംഗിൾ ഉണ്ട് എങ്കിൽ പോലും ഇത് തീർച്ചയായും എനിക്ക് ഇവരോട് രണ്ടുപേരോടും പറയാനുള്ള ഈ സ്വപ്ന ലോകത്ത് നിന്ന് ഉണരണം. മെസ്സി വരും, അത് ഉറപ്പാണ്. ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അതായത്
ഇപ്പോൾ ഇവർ രണ്ടുപേരും സനോജും സെബാനും പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത്രയും കാൽപ്പനികമായി കാര്യങ്ങളെ അവതരിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ കവികൾ ഇനി എന്തെല്ലാം ആയിരിക്കും ഒപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. മെസ്സി വരുന്നതോടെ ഇനി എന്തെല്ലാം എഴുതുന്നതാണ്, ഫുട്ബോളും കവിതയും കൂടെ ഇല്ലേ? തെരുവിലെ മുത്തശ്ശിമാർ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. റൊസാരിയോ തെരുവിൽ നിന്ന് ഇനിയിപ്പോൾ ഫോർട്ട് കൊച്ചി തെരുവിലെ മുത്തശ്ശിമാരിലേക്ക് കവിത എത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം, ബാക്കിയുള്ളവരൊരു നമുക്ക് കുറച്ച് പേരോടും കൂടി ഈ അവരുടെ അഭിപ്രായം ചോദിക്കാനുണ്ട്. മെസ്സിയുടെ വരവിനെ അർജന്റീന ടീം കേരളത്തിന്റെ മണ്ണിൽ കളിക്കാൻ എത്തുമ്പോൾ എങ്ങനെയാണ് അവരുടെ ആവേശം, എത്രത്തോളം ത്രില്ലിലാണ്? ഷീന മാർട്ടിനുണ്ട്. ഷീന, മെസ്സി ഫാൻ ആണോ? മെസ്സി ഫാനാണ്. ഒറ്റവാക്കി ഉത്തരം പറഞ്ഞു. അതെ. എങ്ങനെയാണ് മെസ്സിയുടെ വരവിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായും ഒരു ഓഫ് കിട്ടുമെങ്കിൽ കളി കാണാൻ പോവാന്നുണ്ട്. സംസാരിക്കുമ്പോ അത്ര ഒന്നും ത്രില്ല് വരുന്നില്ല, കുറച്ചും കൂടെ ഒന്ന് ഉഷാറാവ്. ഓഫ് കിട്ടിയാലല്ലേ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം. എല്ലാവരും ഇപ്പോഴേ ലീവിനെ കുറിച്ച് ആലോചിച്ച് ആശങ്കാകുലരാണ്. നമ്മുടെ ലക്ഷ്മിയോട് ചോദിച്ചേക്കെ, ലക്ഷ്മി മെസ്സിയുടെ വരവിനെ എങ്ങനെ നോക്കിക്കാണും? അടിപൊളി, വളരെ സന്തോഷമുണ്ട്. നമ്മളെ മറഡോണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ മുന്നേ, അപ്പോൾ ഉണ്ടായതിനേക്കാളും കൂടുതൽ ആവേശമായിരിക്കും എപ്പോഴും മെസ്സി വരുമ്പോഴെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ കളിക്കാൻ കൂടിയാണല്ലോ വരുന്നത്, ജസ്റ്റ് ഒരു ആഡിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. അപ്പം മറഡോണ വരുന്നതിനേക്കാളും ഭയങ്കര ഒരു ആവേശത്തിലാണ് ഇപ്പം ലോക ആരാധകർ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മെസ്സിനെ നേരിട്ട് കാണാൻ പറ്റുമെന്ന്? ഒരിക്കലും ഇല്ല. ഇതുവരെ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടേ ഇല്ല. ഇല്ല. ഇപ്പൊ ഉറപ്പിച്ചില്ലേ കാണാൻ പറ്റുന്നത്? ഉറപ്പിച്ച്. മെസ്സിയുടെ ഒരു ഗോൾ നേരിട്ട് കാണാൻ ഉള്ള ത്രില്ലാണല്ലേ? ആ ഭാഗ്യം ഉണ്ടാവട്ടെ. ആ ഭാഗ്യം ഉണ്ടാവട്ടെ. ആ ഭാഗ്യത്തിനാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. അനേന തലയൊക്കെ കുലുക്കി തിരിഞ്ഞു നോക്കാതിരിക്കുന്നുണ്ട്. അനേന മെസ്സി ഫാനാണോ? അതെ, മെസ്സി ഫാനാണ്. ഇവിടെ എല്ലാവരും മെസ്സി ഫാനാണ്. ഇവിടുത്തെ ഒരു മലയാളം ന്യൂസ് ഡെസ്കിന്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ ഒരു സ്പെയിൻ ആരാധകനെ കണ്ടു, 3 ബ്രസീൽ ആരാധകരെ കണ്ടു. അതിലൊരാളാണ്, തലതൊട്ടപ്പനാണ് ശ്രീജിത്ത് ബാലകൃഷ്ണൻ. ബാക്കി എല്ലാവരും അർജന്റീന ആരാധകരാണ്. ഇനി അടുത്ത ഷിഫ്റ്റിൽ വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ മാറി പറയും, ബ്രസീലിൽ ആരാധകർ കൂടുതലായിട്ട് വരും. അനേനയ്ക്ക് മെസ്സിയുടെ വരവിനെ കുറിച്ച് പറയുമ്പോൾ എന്താ തോന്നുന്നത്? മെസ്സി വരും, എല്ലാം ശരിയാവും. മെസ്സി വരും, എല്ലാം ശരിയാകും. LDF വരും, എല്ലാം ശരിയാകും എന്ന് പണ്ട് പറഞ്ഞതുപോലെ മെസ്സി വരും, എല്ലാം ശരിയാകും. അതാണ് അനേനയ്ക്ക് ഇതിൽ ഒറ്റ വാക്കിൽ അവൾ പ്രതികരിച്ച് ഭയങ്കര ത്രില്ലിലാണല്ലേ? ത്രില്ലുണ്ടല്ലേ? ത്രില്ലുണ്ട്. പക്ഷെ സംസാരിക്കുമ്പോൾ അത്ര ത്രില്ല് കാണുന്നില്ല. അത് ഈ ഇലക്ഷന്റെ ചൂടായതുകൊണ്ട് അത് ശരിയാണ്. ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടാണ്, പാലക്കാട്ട് ചൂടും. പാലക്കാട്ടേക്ക് കണ്ണും നട്ടിരിക്കുന്ന മണിക്കൂറുകൾക്കിടയിലാണ് മെസ്സി കേരളത്തിലേക്ക് എത്തുമെന്ന്, മെസ്സിയും കൂട്ടരും കാൽപന്ത് കളിക്കായി കേരളത്തിന്റെ മണ്ണിലേക്ക് വരുമെന്ന വാർത്ത വന്നത്. ഇതിനെ ഒട്ടും ആവേശം ചോരാതെ പ്രേക്ഷകരിലേക്ക് ഈ വാർത്ത എത്തിക്കാൻ ന്യൂസ് മലയാളം ടീമിന് സാധിച്ചു. ന്യൂസ് മലയാളം ടീം ഞങ്ങളും കാത്തിരിക്കുകയാണ് മെസ്സിയുടെ ഒരു വരവിന് വേണ്ടി. മെസ്സി ഒന്ന് നേരിട്ട് കാണാൻ, മെസ്സിയുടെ ഒരു ഗോളെങ്കിലും നേരിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ലക്ഷ്മി പത്മ. ഇത് പറയുമ്പോൾ അരുണ്യ, എനിക്ക് എൻ്റെ കാര്യം കൂടി കൂട്ടിച്ചേർക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ പണ്ടൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ വീടിൻ്റെ മുന്നിൽ മെസ്സി ഫുട്ബോൾ തട്ടിക്കളിക്കുന്നത്. ഏതായാലും ആ ഒരു സ്വപ്നം കണ്ട എനിക്ക് മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്ന വാർത്ത അങ്ങേയറ്റം സന്തോഷമാണ്. ഈ മാജിക്കൽ റിയലിസം എന്ന് അവർ പറഞ്ഞ് പുഷ്പിച്ച് നിൽക്കുന്നത് കണ്ടു. എല്ലാവരോടും എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, പാലക്കാട് പോളിംഗ് മന്ദഗതിയിൽ നടക്കുകയാണ്. പോളിംഗിൻ്റെ കാര്യങ്ങൾ സൂക്ഷ്മമായി നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഗോ ടു യുവർ ക്ലാസ്സസ് എന്നേ പറയാനുള്ളൂ. നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല, വാർത്ത വായിക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് തിരിച്ചു വന്നിരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, സേതു ലക്ഷ്മി. സേതു ഏത് ഫാനാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് സേതുവിനോട് ചോദിച്ചു നോക്കാം. ഏത് ഫുട്ബോൾ ആരാധികയാണ്? ആക്ച്വലി ഫുട്ബോളിനെ കുറിച്ച് എനിക്ക് വലിയ ജ്ഞാനമൊന്നുമില്ല, പക്ഷെ ഞാൻ ഭയങ്കര മെസ്സി ഫാനാണ്. ജ്ഞാനം വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ഫാൻസാണ്, നമുക്ക് ആരാധനയാണ്, നമുക്ക് ഇഷ്ടമാണ്, പ്രേമമാണ്. ബാക്കി പറഞ്ഞു. മെസ്സിനെ ഒത്തിരി ഇഷ്ടമാണ്. മെസ്സി ഇപ്പം കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് എല്ലാ ആരാധകരെയും പോലെ ഞാനും ഭയങ്കര വെയിറ്റിംഗ് ആണ്. പിന്നെ കൊച്ചിയിലാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. കൊച്ചിയിൽ വന്ന ഒരു തരത്തിൽ നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നാണക്കേടാണ്, പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല അല്ലേ? തീർച്ചയായും എന്താണെങ്കിലും മെസ്സിനെ ഒരിക്കലെങ്കിലും കാണാന്ന് പറയുന്നത് ഇപ്പം ഫുട്ബോൾ പ്രേമി ആണെങ്കിലും അല്ലെങ്കിലും എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെ ആയിരിക്കും. ഏതെങ്കിലും ഫുട്ബോൾ താരത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ആരെയും കണ്ടിട്ടില്ല. അയ്യമ്പച്ചനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്വന്തം കറുത്ത മുത്തായി വിജയനെ കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ മുത്തായി മാറാൻ പോകുന്ന മെസ്സി, കേരളത്തിന്റെ മുത്ത്, കേരളത്തിന്റെ ഒരു ഫുട്ബോൾ പൾസ് എന്ന് പറയുന്നത് തന്നെ വേറൊരു തരത്തിലാണ്. അതിനെക്കുറിച്ച് ആധികാരികമായി ഇവിടെ ഇതിനോടകം തന്നെ നമ്മുടെ സെബാൻ ചേട്ടനും VS സനോജും ശ്രീജിത്ത് ബാലകൃഷ്ണൻ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഇനി കാത്തിരിക്കുന്നത് മെസ്സിയുടെ വരവിനെയാണ്, അർജന്റീന ഫുട്ബോൾ സംഘത്തിന്റെ വരവിനെയാണ്. ക്ഷമിക്കണം, വീണ്ടും സേതു എന്നാണ് ഞാൻ പറയുന്നത്. ലക്ഷ്മി മാത്രമല്ല, തുടക്കത്തിൽ എൻ്റെ പേര് ലക്ഷ്മി പ്രിയ എന്നാണ് പറഞ്ഞത്. അത് മെസ്സിയുടെ വരവിലുള്ള ആവേശം കാരണം അരുണ്യെ തെറ്റിച്ച് പറഞ്ഞതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും എല്ലാവരും ഒന്നുകൂടി പറയുന്നു, ലക്ഷ്മി പത്മയുടെ പേര് തെറ്റിയിട്ടില്ല. ഇത് ആദ്യം തെറ്റിയത് ഈ മെസ്സിയുടെ വരവിന്റെ ആവേശത്തിൽ പറഞ്ഞുകൊണ്ടാണ്. ക്ഷമിച്ചാൽ മതി. ഉറപ്പായിട്ടും. അപ്പൊ എല്ലാവരും പാലക്കാട് പോളിംഗിലേക്ക് മാത്രം ഇനി ശ്രദ്ധിക്കുക. മെസ്സി വരും, എന്തായാലും എല്ലാം ശരിയാക്കുകയും ചെയ്യും.